പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണകാലത്ത് ഉയർന്നുവന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കരിമണൽ കമ്പനിയുടെ മാസപ്പടി വിവാദം ചാരം മൂടിയിട്ടില്ല. മാസപ്പടിയിൽ നിന്ന് GSTയിലേക്കും GSTയിൽ നിന്ന് PVയിലേക്കും ആരോപണങ്ങൾ നീങ്ങുമ്പോഴെല്ലാം രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാട് എന്നതായിരുന്നു LDFന്റെ സ്റ്റാൻഡ്. ബാക്കിയെല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന പതിവ് വിമർശനമുയർത്തി കരിമണൽ കമ്പനിയായ CMRL, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി, CMRL 14% ഓഹരിയുള്ള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നീ സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ നീക്കത്തെയും തള്ളിക്കളയുകയാണ് CPIM. എക്സാലോജിക് കമ്പനി നിയമം ലംഘിച്ചുവെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം എന്നത് പ്രസക്തമല്ലേ? വീഴ്ചകൾക്ക് മറുപടി നൽകാതെ KSIDC ഒളിച്ചുപിടിക്കുന്നത് എന്താണ്? വോട്ടുകാലത്തെ കേന്ദ്രത്തിന്റെ അന്വേഷണ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണോ? ചോദ്യമാണ് കരിമണലിൽ കണക്കു കൂട്ടുന്നു. ഈ ചർച്ചയിൽ അതിഥികളായി CPMൽ നിന്നും KS അരുൺകുമാർ, അല്പസമയം മുമ്പ് മാത്യു കുഴൽനാടനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. മാത്യു കുഴൽനാടന്റെ പ്രതികരണം കേൾക്കാം. BJPയിൽ നിന്നും PR ശിവശങ്കർ, ഈ കേസിന് ആസ്പദമായ പരാതി നൽകിയ ഷോൺ ജോർജിനും അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണവും കേൾക്കാം. അഡ്വക്കേറ്റ് അസഫ് അലി അഭിഭാഷകനും നമുക്കൊപ്പം ചേരുന്നു. ഞാൻ ആദ്യം ഈ ചർച്ച തുടങ്ങുന്നത് CPMൽ നിന്നാണ്. KS അരുൺകുമാർ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ സുതാര്യമായ ഇടപാട് എന്നതായിരുന്നു CPMന്റെ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള കരാറിനെ കുറിച്ചുള്ള ഇതുവരെയുമുള്ള നിലപാട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു അന്വേഷണം എക്സാലോജിക്കിനെതിരെ വരുന്നു, CMRLനെതിരെ വരുന്നു, KSIDCക്കെതിരെ വരുന്നു. ആ അന്വേഷണം വരുന്ന സാഹചര്യമാവട്ടെ ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 2013 കമ്പനീസ് ആക്ടിലെ പല ഭാഗങ്ങളും ലംഘിച്ചതായും കുറ്റകൃത്യം നടന്നതുമായും പ്രഥമനിഷ്ഠയാ ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യാലയത്തിൻ്റെ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം വരുന്നത്. എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? രാഷ്ട്രീയ പ്രേരിതമെന്ന പതിവ് ശൈലി മാത്രമാണോ ഇവിടെയും പ്രതിരോധത്തിനായി നിങ്ങൾ തേടുക? ഇവിടെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ മുന്നിൽ, പ്രത്യേകിച്ച് അന്വേഷണം നടത്താൻ അധികാരമുള്ള ഏജൻസിയുടെ മുന്നിൽ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി പരിശോധിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ മാസങ്ങൾക്ക് മുൻപ് കമ്പനി നിയമപ്രകാരം ഉള്ള അതോറിറ്റിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു പരാതി കേരളത്തിലെ ശ്രീ ഷോൺ ജോർജ് സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ പരാതി പരിശോധിക്കുകയും പരിഗണിക്കുകയും എല്ലാം ചെയ്തിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിലൊരു തുടർ നടപടി എന്ന രൂപത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഒരു പരാതി കിട്ടി പ്രഥമദൃഷ്ട അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തത് ഇന്ന് പ്രഖ്യാപിച്ചതുപോലെ അഫയേഴ്സ് ഓഫ് ദി കമ്പനി എന്നതിനെക്കുറിച്ച് സെക്ഷൻ 210 പ്രകാരമുള്ള ഒരു എൻക്വയറി മാത്രം പ്രഖ്യാപിക്കണം എന്ന ഒരു പ്രയറോട് കൂടി ആയിരുന്നില്ല. മറിച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന രൂപത്തിലാണ് പരാതി കൊടുത്തത്. ഗുരുതരമായിട്ടുള്ള പരാതിയാണ് അത്. സെക്ഷൻ 211 212 അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി അന്വേഷണം നടത്തണം എന്നുള്ള തരത്തിലാണ്. അത് കമ്പനി നിയമപ്രകാരം ഏറ്റവും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന കമ്പനികൾക്കെതിരാണ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രകാരം ആ സെക്ഷൻ പ്രകാരമുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുക. ഈ പരാതി മാസങ്ങളായിട്ടും കമ്പനി നിയമപ്രകാരം അന്വേഷിക്കേണ്ട ഏജൻസിയുടെ മുന്നിൽ പെൻഡിങ് നിന്നിട്ടും അതിലൊരു തീരുമാനമാകാതെ വന്നപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി അത് വിശദമായി വാദം കേട്ടു. ഒരു ഇടക്കാല ഉത്തരവും കൊടുത്തില്ല. തിങ്കളാഴ്ച, അതായത് ഈ വരുന്ന മറ്റന്നാൾ ആ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നു. അങ്ങനെ പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കോടതി വിധി വന്നതിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു എന്നത് വരാതിരിക്കാൻ വേണ്ടി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ ഓർഡർ താങ്കൾ വായിച്ചു കാണും. ഞാൻ ആ ഓർഡർ വായിച്ചു. അരുൺകുമാറിന്റെ സംശയം ഇതാണ്, ആ ഓർഡറിൽ തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ 2013 കമ്പനി നിയമം വയലേറ്റ് ചെയ്തതായും ഒപ്പം ചില ഒഫൻസസ് നടത്തിയതായും എക്സാലോജിക്കിന്റെ പേരിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എക്സാലോജിക്കിന്റെ കമ്പനി വ്യാപാരങ്ങൾ, അത് CMRLുമായി ബന്ധപ്പെട്ട ഇടപാടുകളാവട്ടെ, ആ ഇടപാടുകൾ സംശയത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഈ പരാതി വരുന്നത്. മാത്രമല്ല CMRL കൊടുത്തിരിക്കുന്ന മറുപടി അത് വേഗം ഇവേസീവുമാണ്, അവ്യക്തമാണ്, ഒഴിഞ്ഞുമാറുന്നതാണ്. KSIDC ആണെങ്കിൽ CMRൽ 14% ഓഹരിയുള്ള KSIDC ആണെങ്കിൽ മറുപടി നൽകിയിട്ടുമില്ല. അപ്പം മൊത്തം ദുരൂഹതയുണ്ട്.
അതിൽ 3 ഘട്ടമാണുള്ളത്. ഒന്ന്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ 206 പ്രകാരം ഏതൊക്കെയോ ഡോക്യുമെന്റുകൾ പരിശോധിച്ചു എന്നതാണ്. സെക്ഷൻ 206 അങ്ങേക്ക് അറിയാം. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, മറിച്ച് ഡോക്യുമെന്റുകൾ വിളിച്ച് പരിശോധിക്കുന്ന ഒരു ഘട്ടമാണ്. അത് പല ഘട്ടത്തിൽ കൊടുത്ത ഡോക്യുമെന്റ് ആകാം. ഇത് 2020 ശേഷം പ്രവർത്തിക്കാത്ത വൈൻഡപ്പ് ചെയ്ത ഒരു കമ്പനിയാണ് എക്സലോജിക്ക്. 2020 ശേഷം പ്രവർത്തിക്കാത്ത വൈൻഡപ്പ് ചെയ്ത ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊക്കെയോ രേഖ 2023 പരിശോധിച്ച് ആ പരിശോധിച്ചതിൽ എന്തൊക്കെയോ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്. അത് 206 പ്രകാരമുള്ളത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത റിപ്പോർട്ടുകൾ വെയ്ഗാണ് എന്ന് പറയുന്നു. ആ റിപ്പോർട്ട് ഏതായാലും CMRലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പരിശോധിക്കട്ടെ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് KSDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത ഒരു കത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിന് മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് തെറ്റാണ്. ഞാൻ എൻ്റെ എൻക്വയറിയിൽ മനസ്സിലാക്കുന്നത് ജനുവരി മാസം 3-ാം തീയതി തന്നെ KSIDC രജിസ്റ്റേർഡ് തപാലിൽ ഈ കൃത്യമായിട്ടുള്ള കമ്പനി ലോ അതോറിറ്റിക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ടുള്ള കത്ത് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി പരിഗണിച്ചിട്ടല്ല ഈ 12-ാം തീയതി ഈ ഉത്തരവ് ഇട്ടത്. പ്രത്യേകിച്ച് 15-ാം തീയതി ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നതുകൊണ്ട് ഒരു ഉത്തരവിലേക്ക് പോയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്ത ഒരു കമ്പനിക്ക് 3 വർഷം കഴിഞ്ഞ് ഏതോ തരത്തിൽ 206 പ്രകാരം രേഖ പരിശോധിച്ചപ്പോൾ ഏതോ ഒഫൻസ് കണ്ടെത്തുകയാണ് എന്നുള്ള രീതിയിൽ വൈകായിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കുറവാണ് കണ്ടെത്തിയിരിക്കുന്നത്, ഏത് രേഖയിലാണ് ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് കണ്ടെത്തിയതെന്നും ഈ ഓർഡറിന്റെ ഭാഗമായി പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, CMRL കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് വേഗ്, എവിടെയാണ് അവ്യക്തത ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി ലോസ് നിയമപ്രകാരം അധികാരമുള്ള ഒരു അതോറിറ്റി പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൃത്യമായി പറയുന്നു. മനസ്സിലാക്കുന്നതനുസരിച്ച് ഇതിലെ ഫ്രോഡുലൻസ് ഈ പറയുന്ന ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്, കമ്പനി കാര്യ മന്ത്രാലയത്തിന് അന്വേഷിക്കാവുന്നതാണ്. അതിലെ ഫ്രോഡുലൻസിൽ പറയുന്നത് നോക്കൂ, റോങ് ഫുൾ ഗെയിൻ പറയുന്നുണ്ട്, റോങ് ആയിട്ടുള്ള ലോസ് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും തരത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ കമ്പനിയെ കബളിപ്പിക്കത്തക്ക രീതിയിലുള്ള നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ റോങ് ഫുൾ ഗെയിൻ ഉണ്ട്. ആ റോങ് ഫുൾ ഗെയിൻ ആണ് ഇൻകം ടാക്സിൻ്റെ. അപ്പോൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഇൻറ്റീരിയം സെറ്റിൽമെൻറ്റ് റിപ്പോർട്ടിലേക്ക് പോകണം. അവിടെയാണ് എങ്ങനെയാണ് ടാക്സ് ഇവേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് CMRL കമ്പനി നടത്തിയ റോങ് ഫുൾ ഗെയിൻ ഉണ്ടാവുന്നു. ആ റോങ് ഫുൾ ഗെയിൻ ഉണ്ടാക്കുന്നത് ഒരു റോങ് ഫുൾ ലോസ് വരുത്തിക്കൊണ്ടാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് പരിഹരിച്ച വിഷയമാണ്. അതുകൂടി ഈ പരിശോധനയിലും ആ പരിശോധനയിലാണ് ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക്കിന് പണം കിട്ടുന്നു, എക്സാലോജിക്ക് പണം കൈപ്പറ്റുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റു ഡോക്യുമെൻ്റ് പരിശോധിക്കുമ്പോൾ ആ മൊഴികൾ നമ്മുടെ മുൻപിൽ IT-യുടെ ഇൻറ്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ ഈ 2 കേസുകളും വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് അങ്ങ് പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ടാക്സ് ഇവേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് അന്വേഷിക്കേണ്ടത് ആദായ നികുതി വകുപ്പാണ്. ഒരു കമ്പനി നിയമപ്രകാരം അവരെന്തെങ്കിലും വയലേഷൻ നടത്തിയിട്ടുണ്ടോ കമ്പനി നിയമപ്രകാരം അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ യാതൊരു ടെൻഷനില്ല. പിന്നെ 2019 CMRലിൻ്റെ ഉദ്യോഗസ്ഥരുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഒരു ഡയറിയുടെ പേപ്പർ കിട്ടിയെന്നും അതിൽ പല പേരുകളുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവർ നൽകിയിട്ടില്ലെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടന്നോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയമില്ല. ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇവിടെ എക്സലോജിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നാളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ അവാർഡ്, ആ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം പോലും എക്സലോജിക്കൽ കമ്പനിക്കോട് ചോദിക്കുകയോ സമൻസ് അയക്കുകയോ ഡോക്യുമെന്റ് വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഹിയർ ദി അതർ സൈഡ് ഇല്ലാതെ നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷനായി വന്ന ആ ബൈൻഡിംഗ് ഓർഡർ ഞങ്ങൾക്ക് ബൈൻഡിംഗ് അല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞു. സെറ്റിൽമെന്റ് ബോർഡ് പരിഗണിക്കുന്നത് ആ കമ്പനി ടാക്സ് ഇവേഷൻ നടത്താൻ വേണ്ടി ഈ ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ടോ അത് കണ്ടെത്തിയിട്ടുണ്ട് വിവിധ മൊഴികളുടെ അടിസ്ഥാനത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു പെനാൽറ്റി വിധിച്ചു. ആ പെനാൽറ്റി അടച്ചു നിർത്തപ്പോൾ ആ കേസ് അവിടെ അവസാനിച്ച് ക്ലോസ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം ഈ എക്സ്പെൻഡിച്ചർ ഇൻഫ്ലേഷന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ ആ റിപ്പോർട്ടിൽ, ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ റിപ്പോർട്ടിൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന പണത്തെക്കുറിച്ച് പറയുന്നത് ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിയുടെ മകളുടെ കമ്പനി എന്ന രീതിയിൽ പണം കൊടുത്തിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപം ഒന്ന്. രണ്ടാമത്തേത് അതിലെ PV പിണറായി വിജയനാണ് എന്ന് കമ്പനിയുടെ CFO സുരേഷ് കുമാർ തന്നെ 10ാമത്തെ പേജിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് ക്യാഷായ ട്രാൻസാക്ഷൻ കൊടുത്തിരിക്കുന്നു. ആ 10ാമത്തെ പേജിൽ തന്നെ അത് എന്തിനു കൊടുത്തിരിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. അതായത് ഈ കമ്പനിയുടെ ലാഭം വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി, കൊമേഴ്സ്യൽ എക്സ്പീഡിയൻസിക്ക് വേണ്ടി ഇത്തരത്തിൽ വഴിവിട്ട നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ആശങ്ക അരുൺകുമാർ. അത് ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ റോങ് ഫുൾ ലോസ് ഉണ്ടാക്കാൻ വേണ്ടി
കണക്ക് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അത് കമ്പനി നിയമത്തിന് വയലേഷനാണ് എന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം ആവശ്യപ്പെടുന്നു. അതിൽ കൃത്യമായ ഉത്തരം നൽകാൻ 3 കമ്പനികൾക്കും സാധിച്ചിട്ടുമില്ല. ഇതിൽ അങ്ങ് ആദ്യം പറഞ്ഞല്ലോ ഒരു പ്രമുഖന്റെ മകൾ എന്ന രൂപത്തിൽ ആ റിപ്പോർട്ടിന്റെ പരാമർശം ആദ്യ ഘട്ടത്തിൽ മുതൽ ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ ഉന്നയിച്ച കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ഒരു കമ്പനിയും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പും തമ്മിലുള്ള ഒരു സെറ്റിൽമെന്റ് ചർച്ചയിൽ ഒരു ഘട്ടത്തിൽ പോലും തെളിവ് മൂല്യം വരാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്ന രൂപത്തിൽ അതും മറ്റു പേയ്മെന്റുകൾ നൽകി പിവിയുടെ മകൾ അവിടെയാണ് വിശേഷണം വരുന്നത്. അരുൺകുമാർ അല്ല, രണ്ടും രണ്ടാണ് മിസ്റ്റർ അരുൺകുമാർ. ഞാൻ പറയട്ടെ, നമുക്ക് തർക്കത്തിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, കേരള ഭരണത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ മകൾ എന്ന രൂപത്തിൽ ഒരു പരാമർശത്തിലേക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പോകുമ്പോൾ ഒരു കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ എന്ന രൂപത്തിൽ ആ കേരള ഭരണത്തെയും ഭരണത്തിൽ സ്വാധീനമുള്ള വ്യക്തിയിലേക്ക് എത്താൻ വേണ്ടി യാതൊരു തെളിവുകളും മുന്നിൽ വരാത്ത സാഹചര്യത്തിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ആ കമ്പനിയുടെ സമൻസ് അയക്കാതെ ആ കമ്പനിയുടെ വാദം കേൾക്കാതെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പല അക്ഷരമാലയിലെ രണ്ടക്ഷരം വെച്ചുകൊണ്ട് പറഞ്ഞ പേര് പിണറായി വിജയനും ഈ പൊതുമധ്യത്തിൽ എന്തിനാണ് സംശയം ഉണ്ടാക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നത്? അങ്ങനെ ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയിൽ തങ്ങളെ കേൾക്കാതെ തങ്ങൾക്ക് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാമല്ലോ. ഇല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നടക്കുന്ന ഒരു സെറ്റിൽമെന്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു അപ്പീലോ ഒരു റിവിഷനോ ഒരു ഡിഫാമേഷനോ ഒന്നും തരത്തിലും പറ്റില്ല. ഒരു സാധുതയുമില്ല അതില്. ഇതൊക്കെ പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്താണ്, പലതരത്തിൽ പരിശോധിച്ചതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു തെളിവും വരാതെ ഒരു നോട്ടീസും തരാതെ എന്തോ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പീൽ പോകണം. അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാടിലാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. ഈ പരാതി കൊടുത്ത ഷോൺ ജോർജ് അല്പസമയം മുമ്പ് ഞങ്ങളോട് സംസാരിച്ചത് പൂർണ്ണമായും കേട്ടിട്ട് വരാം. ഷോൺ ജോർജ്, ശ്രീ ശിവശങ്കർ അസഫ് അലി, ഈ പരാതിക്കാരൻ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഞാൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകേണ്ടത് ഇങ്ങനെയല്ല, എൻ്റെ പ്രതികരണങ്ങളും പോകേണ്ടത് ഇങ്ങനെയല്ല. ഞാൻ ഈ വിഷയത്തെ ഒരിക്കലും രാഷ്ട്രീയപരമായി അല്ല കണ്ടിട്ടുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ സമൂഹത്തിലുള്ള എൻ്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ഈ പരാതിയിലൂടെ ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. പിന്നെ ലോകത്ത് ഏത് വിഷയം ഉണ്ടായെങ്കിലും ആ ഒരൊറ്റ വാക്കിൽ അവസാനിപ്പിക്കുക എന്നുള്ള പ്രവണത ഈ നാടിനും ഈ സമൂഹത്തിനും നല്ലതല്ല. കാരണം കുറ്റക്കാരാദ്യം, ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് കുറ്റക്കാരില്ലാത്ത? എൻ്റെ പാർട്ടിയിൽ കുറ്റക്കാരില്ലേ? എനിക്ക് വ്യക്തിപരമായ ചില താല്പര്യങ്ങളുണ്ട്. കാരണം എൻ്റെ പിതാവ് ശ്രീ PC ജോർജിനെ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ വീട്ടിൽ നിന്നും രാവിലെ 4 മണിക്ക് അദ്ദേഹം ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ ഈ വീട് വളഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോയായിരുന്നു. നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം ഒരു സ്ത്രീപീഡന കേസിൽ, തിരുവനന്തപുരത്ത് മൊഴി കൊടുക്കാൻ പോയൊരു സ്ത്രീപീഡന കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കിയായിരുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊന്നുമായി ബന്ധമില്ലാത്ത എന്നെ ദിലീപുമായി ബന്ധപ്പെട്ടൊരു കേസിൽ, 2 കേസിൽ, ഒന്നല്ല 2 കേസിൽ എനിക്കെതിരെ അന്വേഷണം നടത്തി എൻ്റെ വീട് റെയ്ഡ് ചെയ്ത് എന്നെ എറണാകുളത്ത് ഹാജരാക്കി. എനിക്കെതിരെ കേസ് ചാർജ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഞാൻ ചെയ്തിട്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ പിണറായി സർക്കാർ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്തത് ചെറുതൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് കയറി പിടിച്ചത്. പക്ഷേ ഇതിനുള്ള പ്രത്യേകത, ശ്രീ പി ആർ ശിവശങ്കർ, ഈ കേസിന്റെ തുടക്കം ഇങ്ങനെയാണ് കേട്ടല്ലോ. വ്യക്തിപരമായ പ്രതികാരം, അതിനുമപ്പുറത്തേക്ക് കേസിന് എന്ത് രാഷ്ട്രീയ മാനമാണുള്ളത്? പി ആർ ശിവശങ്കർ. അരുൺ, അത് ഒരാൾ കൊടുത്ത പരാതി, അത് അദ്ദേഹത്തിൻ്റെ മാത്രം പരാതിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം പേർ ഇത്തരത്തിലുള്ള പല പരാതികളും SFIOന് വേണ്ടി തന്നെ 3-4 പേർ പരാതി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പരാതിയായിരിക്കാം ഒരുപക്ഷെ കോടതിയിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള പല പരാതികളും ഞാൻ മനസ്സിലാക്കുന്നു 2 ചാർട്ടേഡ് അക്കൗണ്ടന്മാർ വരെ കൊടുത്തിട്ടുണ്ട്, ഇത്തരത്തിൽ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വ്യക്തിയുടെ പരാതി മാത്രമല്ല, ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പേരിലും കേന്ദ്ര സർക്കാരിന് കേസെടുക്കാം. ഇദ്ദേഹം വളരെ നന്നായി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കാരണം മീഡിയ അറ്റൻഷൻ എടുത്തു എന്നുള്ളത് ശരിയാണ്. ബാക്കി പലരും ഇത്തരത്തിലുള്ള പരാതികൾ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും അല്ല, ഞാൻ പറഞ്ഞില്ല, ചാർട്ടേഡ് അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് പല രീതിയിലും.
ഞാൻ അതിലേക്ക് വരാം. ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒന്നിലധികം പരാതികൾ സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാവുന്ന ആളുകൾ തന്നെ SFIOയ്ക്കും അതുപോലെ തന്നെ ഈ പറയുന്ന കൊമേഴ്സ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും എറണാകുളത്ത് അവർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്, അതറിയാം. അപ്പോൾ അത് കൊടുത്ത ഒരാളുടെ വ്യക്തിപരമായ പരാതി എന്നുള്ളത് കൊണ്ട് ഇതിനെ രാഷ്ട്രീയമായോ വ്യക്തിപരമായ പരാതിയായോ കാണുന്നതിൽ ശരിയല്ല. രണ്ട്, ഇതിൻ്റെ ഫാക്റ്റ് പരിശോധിക്കണം. ഇതിൻ്റെ ഫാക്റ്റ് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ, ഇപ്പോൾ ശ്രീ അരുൺ പറയുന്നത് പോലെ ഇതൊരു ഷെൽ കമ്പനിയാണ്, ഇത് 2009 നിർത്തി. നമുക്കറിയാം 3,82,000 ഷെൽ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും അവയെല്ലാം നിർത്തിയതിന് ശേഷവും അതിലെ പല കമ്പനികൾക്കെതിരെയും പല ഘട്ടത്തിൽ അന്വേഷണം വന്നപ്പോൾ ഇത്തരത്തിലുള്ള ഷെൽ കമ്പനികൾ മുഖാന്തരം പണം വെളുപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ തന്നെ പ്രമുഖരായ പല ജുവല്ലറി ഉടമകൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റു പല ഉടമകൾക്കെതിരെയും കേസുകൾ നടന്നിട്ടുണ്ട്. ഈ ഷെൽ കമ്പനികളെ ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചിലർക്ക് അത് പണമടച്ച് ക്ലീൻ ചിറ്റ് മേടിക്കേണ്ടി വന്നിട്ടുണ്ട്. ടാക്സ്, വലിയ രീതിയിലുള്ള ടാക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ചർച്ചയാവുന്നത് ഇതിൻ്റെ മുൻപിൽ ഒരു രാഷ്ട്രീയം പ്രേരിതമെന്ന് പറയാനൊക്കെ സാധ്യത ഈ എക്സാലോജിക്കിൻ്റെ ഉടമയ്ക്ക് ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ അവരുടെ പിതാവ് ഒരു മന്ത്രിയായതുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടുള്ള കാര്യമാണ് ഇത്രയേറെ ചർച്ച വന്നത്. ഇതിലും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ റോങ്ഫുൾ ഇൻകം മാത്രമല്ല, ഇൻഫ്ലേറ്റഡ് ഇൻകവും ഇതിൽ പലതവണ കാണിച്ചിട്ടുണ്ട്. അത് രണ്ടുപേരും കാണിച്ചിട്ടുണ്ട്. അത് CMRലും കാണിച്ചിട്ടുണ്ട്, എക്സ്ട്രാലോജിക്കും കാണിച്ചിട്ടുണ്ട് എന്ന് അതിൻ്റെ കേസ് നാളുവഴികളിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം ഇതിനേക്കാളൊക്കെ ഉപരി അരുൺ വലിയ കാര്യമായിട്ട് പറഞ്ഞല്ലോ. PR ശിവശങ്കർ എൻ്റെ കയ്യിലില്ല. അല്ല, അവിടെ നമ്മൾ അസംഷനാണ്. ഞാൻ കേസ് ഇൻഫ്ലേറ്റഡ് ഇൻകം എന്ന് പറഞ്ഞത് CMRന്റെ കാര്യത്തിലാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഉണ്ട്. അല്ല, അസംഷൻ അല്ല. ഈ ചിലവ് അല്ലെങ്കിൽ വരവ് ചോദിച്ചപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞത് there are no kind of a transaction from the ഈ ഒരു IT മുഖാന്തരമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ CMRLൻ്റെ പല ഉദ്യോഗസ്ഥരും പറഞ്ഞതായിട്ട് തെളിവ് സഹിതം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ മാസം 5 ലക്ഷം രൂപ കൊടുത്തത് മറ്റു ഒരു സർവീസും നൽകാതെയാണ് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഇൻകം വന്നു, എന്തുകൊണ്ട് ആ കമ്പനി പൂട്ടേണ്ടി വന്നു എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും പ്രാഥമിക അന്വേഷണം നടക്കുകയാണല്ലോ. ഇവിടെ ഞാൻ ഇതിനേക്കാളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന മറ്റൊരു കാര്യം, KSIDC ഇപ്പോൾ പറയുന്നത് കത്തയച്ചിട്ടില്ല എന്നാണ് കമ്പനി ഓഫ് രജിസ്ട്രാർ ആക്ടിൻ്റെ പ്രകാരം പറയുന്നത്. അരുൺ നൽകിയ ഒരു ക്യാപ്സൂൾ, അല്ലെങ്കിൽ അരുണിൻ്റെ ബുദ്ധിയിൽ, അദ്ദേഹത്തിൻ്റെ അതിവിദഗ്ധമായ ഒരു വക്കീൽ ബുദ്ധിയിൽ തന്നാണ് രജിസ്റ്റർ ചെയ്ത് അയച്ചു ഒരു ഡേറ്റ് ഇട്ടെന്ന്. ഒരു കാര്യം, ഏത് കാലഘട്ടത്തിലാണ് KSIDC ഇരിക്കുന്നത്? റിയലി സോറി, CPMന്റെ അരുൺ, അഡ്വക്കേറ്റ് അരുൺ, CPMന്റെ അഡ്വക്കേറ്റ് അരുൺ, അദ്ദേഹം വളരെ തന്ത്രപരമായി KSIDC അത് രജിസ്റ്റർ ചെയ്ത് അയച്ചു സ്പീഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു. ഇതാണ് തന്ത്രം CPMന്റെ. നോക്കൂ, KSIDC ഒക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? നമ്മളൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്ത് സ്പീഡ് പോസ്റ്റ് ആയിട്ടൊക്കെയാണോ അയക്കുന്നത്? അതെന്തുകൊണ്ട് അത് ഇതയച്ചില്ല, ഇമെയിൽ അയച്ചില്ല? അവർക്ക് ലെറ്റർ കിട്ടിയത് ഇമെയിലാണല്ലോ വന്നത്, അല്ലാണ്ട് ഒഫീഷ്യൽ ലെറ്റർ അങ്ങനെയല്ലല്ലോ വന്നത്. ഇമെയിൽ അയച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് അയച്ചു തന്നെ ഇരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇത് മറുപടി അയച്ചു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഇവർ കേസ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മറുപടി പറയുന്നില്ല? ഏറ്റവും വലിയ തെറ്റ് KSIDCയുടെ ആന്റണി അടക്കമുള്ള ആളുകൾ ഇതിന് മറുപടി അയച്ചില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാവുന്ന അറിയാവുന്നത് കൊണ്ടാണ് അരുൺ ഈ മുൻകൂർ ജാമ്യം എടുത്തത്. അപ്പോൾ അരുൺ തന്നെ അറിയാം ഇത് വലിയ തെറ്റാണ്, മറുപടി കൊടുത്തില്ലെങ്കിൽ എന്നുള്ളത്. ഇത്തരത്തിലുള്ള അന്വേഷണം വരുമെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. അല്ല, ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ നിങ്ങൾ, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയും, പോസ്റ്റ് ഓഫീസ് തന്നെ കത്തിച്ച് കളയും, നമുക്കറിയാമല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ജാമ്യം എടുക്കലാണ് ഇത് മുഴുവൻ. നമുക്കറിയാം ഈ കമ്പനി എത്ര നാളായിട്ട് നടന്നിരുന്നു, അതിലെത്ര ജോലിക്കാരുണ്ടായിരുന്നു, ആർ ദേ ടെക്നിക്കലി ക്വാളിഫൈഡ് ടു സപ്പോർട്ട് CMRL? അവരുടെയൊക്കെ എടുത്ത് നോക്കാമല്ലോ, ഇവരൊക്കെ എന്ത് ക്വാളിഫൈഡ് ആയിരുന്നു, എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്ത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എന്ത് ടെക്നോളജി സർവീസ് ആണ് ഇവർ CMRL കൊടുത്തത്. 210 വകുപ്പ് ഉപയോഗിച്ച് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് സാധിക്കുമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് സാധിക്കില്ല എന്നാണ്. അത്തരമൊരു പരാതി എക്സാലോജിക് എന്ന കമ്പനിക്കുള്ളിലുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്കോ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്കോ ഇല്ല.
പിന്നെ പുറത്തു നിന്നൊരു ആൾക്കാണുള്ളത്. അയാൾക്ക് ആകെയുള്ള സ്റ്റേക്ക് KSIDC അതിനകത്തുണ്ട് എന്നത് മാത്രമാണ്. ഷോൺ ജോർജിന് ഞാൻ അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ തിരുത്താം. ശിവശങ്കർ, അസഫ് അലിക്ക് എന്നെ തിരുത്താം. അപ്പുറത്തേക്ക് ജൂറിസ്ഡിക്ഷൻ എന്താണ് ഈ കമ്പനി നിയമത്തിന്റെ പരിധിയിൽ ഈ കോർപ്പറേറ്റ് മന്ത്രാലയത്തിനുള്ളതെന്ന് ഞാൻ ഇല്ല. ഞാൻ എത്താം. അസഫ് അലി, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, ലീഗലി കറക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താമെന്നാണ്. PR ശിവശങ്കറിന്റെ സമയം കഴിഞ്ഞ് ഞാൻ അങ്ങയിലേക്ക് വരാം വളരെ പെട്ടെന്ന്. ശിവശങ്കർ തുടരാം. സർ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ അറിയുന്ന ഒരു തെളിവുകൾ മാത്രമാണ് ഇത്തരത്തിൽ എക്സാലോജിക്കിന് ഈ വിഷയം മാത്രം, അതായത് CMRL മാത്രമായിട്ടുള്ള കേസ് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സത്യത്തിൽ പ്രാഥമിക അന്വേഷണം ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടത്തിയപ്പോൾ മറ്റെന്തെങ്കിലും കേസുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കേസുകളുണ്ട്. അത് സ്പ്രിംഗ്ലറുമായിട്ട് ബന്ധപ്പെട്ട ചില പേയ്മെൻറ്റ് പോലും ഇതിൽ വന്നിട്ടുണ്ട് എന്ന് വ്യാപകമായ ആരോപണമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് SFIO, കാരണം ഇത് ഈ പറഞ്ഞ 1-2 കോടി രൂപയുടെ അന്വേഷണം ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തില്ല. അത്തരത്തിൽ SFIO അന്വേഷണം നടത്തണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ വലിയ 100 കോടിക്ക് മുകളിലുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണത്തിന് ഉതകുന്ന ചില പോയിന്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ചില ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് ഈ എക്സാലോജിക്കിൻ്റെ CMRL ബന്ധം. അതിലും വലിയ പേയ്മെൻറ്റ് വല്ലതും നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തു നിന്നുള്ള പേയ്മെൻറ്റോ അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുള്ള പേയ്മെൻറ്റോ ഈ 4 മാസമായിട്ട് എന്തുകൊണ്ടായിരിക്കും ഈ രജിസ്ട്രാർ ഓഫ് ബാംഗ്ലൂരും രജിസ്ട്രാർ ഓഫ് എറണാകുളവും നടത്തിയ പ്രാഥമിക അന്വേഷണം വൈകിയത്, കോടതി ഇടപെടൽ വേണ്ടി വന്നത്? എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും കമ്പനി നിയമം 212 പ്രകാരം ഈ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ, ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകാതെ ഇത് 210 പ്രകാരം അന്വേഷിച്ചാൽ മതി എന്ന നിലപാടിലേക്ക് എത്തിയത്? രണ്ട് കാരണം കൊണ്ടാവാം. ഒന്ന്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഏജൻസി ഐ തിങ്ക് ബിലോ 100 പേര് മാത്രമുള്ള അല്ലെങ്കിൽ 80 പേരൊറ്റ എന്നാണ് അതിൻ്റെ സ്ട്രെങ്ത്. അതാവാം അവരുടെ സ്ട്രെങ്ത് കൊണ്ട് അവർക്ക് പറ്റിയിട്ടുണ്ടാവായിരിക്കാം, അവർ അന്വേഷിച്ചിരിക്കാം. കാരണം അവർക്ക് വലിയ കേസുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. 2, ഇത് ഇൻ്റർനാഷണൽ ഒരു പേയ്മെൻ്റ് ആണ് വന്നതെങ്കിൽ ദേ നീഡ് എ ടൈം ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് പേയ്മെൻറ്റ് ഡേറ്റ്സ് ആൻഡ് എവറിത്തിങ്. കാരണം ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടുക, ഇറ്റ്സ് ടേക്ക് ലോട്ട് ഓഫ് ടൈം. അപ്പം ഈ അവിടുത്തെ എംബസിയിൽ നിന്നും അതുപോലത്തുള്ള കാര്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് HSBC അതുപോലത്തെ വലിയ ബാങ്കുകൾ പ്രസക്തമാണ്. മറ്റു ചില ഇടപാടുകളും ഈ എക്സാലോജിക് എന്ന കമ്പനി നടത്തിയിട്ടുണ്ടെന്നും ആ ഇടപാടിനെ കുറിച്ചുള്ള ദുരൂഹത കൂടി ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു കണ്ടെത്തിയിട്ടുണ്ടാവാം എന്ന നിരീക്ഷണം വളരെ പ്രസക്തമാണ്. അതിലാണ് എനിക്കിനി അരുൺകുമാറിന്റെ പ്രതികരണം വേണ്ടത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അസഫ് അലിയിലേക്ക് പോകാം. ശ്രീ ശിവശങ്കർ, ഈ 4 മാസത്തെ കാലയളവ് എന്തിനാണ്? തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരിക്കാൻ? അത് ചോദ്യം പ്രസക്തമാണ്. പക്ഷേ അത് ചിലപ്പോൾ കമ്പനി നിയമപ്രകാരം അല്ലെങ്കിൽ ഇവർക്ക് ഈ 4 പേർക്ക് എത്രത്തോളം കേരളത്തിലുള്ള ആളുകളല്ല, അവരുടെ ഡെപ്യൂട്ടി റീജിയണൽ ഓഫ് ബാംഗ്ലൂരും പോണ്ടിച്ചേരിയും ഒക്കെയാണ് ഈ 3 പേരും. അവർക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകാം. മേ ബി ദേ ആസ്ക് ലിബറൽ ടൈം. 2018 പൂട്ടിപ്പോയ ഒരു കമ്പനിയാണ് ഈ പറയുന്ന എക്സാലോജിക് എന്ന കമ്പനി. ആ കമ്പനിയുടെ രേഖകളും ഡോക്യുമെന്റുകളും വിളിച്ചു വരുത്തുക എന്നതാണല്ലോ ഈ ഇൻസ്പെക്ടർമാരിൽ കർത്തവ്യമായിരിക്കുന്ന ചുമതല. ആ വിളിച്ചു വരുത്തിയതിനു ശേഷമുള്ള അന്വേഷണമാണ്. ഇതെല്ലാം ഓൺലൈനിൽ പലതും കിട്ടുന്നതുമാണ്. അപ്പോൾ ഈ 4 മാസം എന്ന് പറയുന്ന ദൈർഘ്യത്തിന് പിന്നിൽ ഒരു താല്പര്യമുണ്ട് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ, ഈ കേസിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഭരണപക്ഷത്തിന്റെ തിരിച്ചായിക്കൂടെ അരുൺ? ഞങ്ങൾക്കത് രാഷ്ട്രീയ ആരോപണം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനു മുമ്പ് വിളിച്ച് വീണ വിജയൻ ആരെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്ത് ഒരു മീഡിയ അറ്റൻഷൻ ഗെയിൻ ഉണ്ടാക്കാനാണല്ലോ. പക്ഷേ കേസ് ക്ലോസ് ചെയ്യില്ല, റിപ്പോർട്ട് ഉണ്ടാക്കില്ല. പകരം നിങ്ങൾക്ക് പറയാം, ദാ അന്വേഷണം നേരിടുന്നു, വിളിച്ചു വരുത്തിയിരിക്കുന്നു, വീണ വിജയൻ ഇതാ ചോദ്യമുനയിൽ നിൽക്കുന്നു. കുറച്ചും കൂടെ നല്ലത് അല്ല, ക്ലോസ് ചെയ്യല്ലേ കുറച്ചും കൂടെ നല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ സെൻട്രൽ ഇലക്ഷൻ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ ഏറ്റവും വളരെ ക്രിട്ടിക്കലാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഫൈനൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കുകയല്ലേ ഒരു കേന്ദ്രഭരണ ഏജൻസിയെ കുറിച്ച് കുറച്ചും കൂടെ നല്ലത് അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാട് മുഹമ്മദ് റിയാസ് വരുമല്ലേ, വരും, കാണാം എന്നാണ്.
അല്ല, അതെല്ലാം ബാലിശമാണ്. ഇത് ഉദ്യോഗസ്ഥർക്കുള്ള 3 മാസം സമയം കൊടുക്കലാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് അന്വേഷണത്തിന് നമ്മൾ നിയമവും സമയവും നൽകുന്നത് ശരിയല്ല. അവർ അവരുടേതായ സമയം ഏറ്റെടുക്കുന്നു. അവർക്കതിന് ചിലപ്പോൾ 3 മാസത്തിന് മുൻപോ 2 മാസത്തിന് മുൻപോ തീരട്ടെ. ബട്ട് ഇറ്റ്സ് ഒരു നോർമൽ ടൈം. ശരി, മറുപടി അരുണിനുണ്ടാവും. മറുപടി പറയുന്നതിന് മുമ്പ് അസഫ് അലിയിലേക്ക് കൂടി വരുന്നു. അഭിഭാഷകൻ കൂടിയ അസഫ് അലി, ഇതിനകത്ത് എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ കൗതുകത്തോടു കൂടി നോക്കുന്നത്. കമ്പനി നിയമപ്രകാരം ഈ കമ്പനി കാര്യ മന്ത്രാലയത്തിന് അന്വേഷിക്കാവുന്നതിൻ്റെ പരിമിതി വളരെ പ്രസക്തവുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 447 പ്രകാരമുള്ള ഏതെങ്കിലും ഫ്രോഡുകളുണ്ടോ, ഫ്രോഡുലൻസ് ആയിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഇനി ആദായ നികുതി വകുപ്പിനെ കുറിച്ചോ ഇൻകം ടാക്സിനെ കുറിച്ചോ GSTയെ കുറിച്ചുള്ള അന്വേഷണം ഈ പരിധിയിലൊന്നും വരുന്നില്ല. പിന്നീടുള്ളത് 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടിൽ ആ കമ്പനികൾക്ക് പണം കൊടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകളാണോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? CPM വീക്ഷിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ED ഉപയോഗിച്ചതുപോലെ, CBI ഉപയോഗിച്ചതുപോലെ, IT ഉപയോഗിച്ചതുപോലെ ഇതാ ഒരു പുതിയ സ്ഥാപനത്തെ കൂടി ഉപയോഗിക്കാൻ പോകുന്നു. അതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. ആ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കേന്ദ്ര കമ്പനി മന്ത്രാലയം കമ്പനി നിയമ ലംഘനമായി അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നിയമനമായി രംഗത്ത് വരുന്നത് യഥാർത്ഥ പ്രതിസ്ഥാനത്തെത്തേണ്ട വില്ലന്മാർക്ക് പരിപൂർണ പരിരക്ഷ നൽകലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെ മുമ്പിലുള്ള ഗിവൺ ഫാക്ട്സ് അത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്ന എന്താണ്? ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ മകൾ നിയമവിരുദ്ധമായ മാർഗത്തിൽ സ്വയം സാമ്പത്തികമുണ്ടാക്കിയിരിക്കുന്നു. ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 13(1)(b ഒരു തവണ വായിച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും കേന്ദ്ര സർക്കാരിലെ മന്ത്രാലയത്തിലെ ആളുകൾക്കും കേരളത്തിലെയും ബാംഗ്ലൂരിലും വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇത് മനസ്സിലാവാഞ്ഞിട്ടാണോ? ഉറക്ക് നടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റില്ല, ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റുകയുള്ളൂ. എന്താണ് 13(1)(b? ഇന്റൻഷനലി, ഇപ്പോൾ ഒരു പബ്ലിക് സർവൻറ്റ് ഇന്റൻഷനലി എൻറിച്ചസ് ഇല്ലിസിറ്റ്ലി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഓഫീസ്. ഏതെങ്കിലും പബ്ലിക് സർവൻറ്റ് മനഃപൂർവ്വമായി നിയമവിരുദ്ധമായ മാർഗത്തിൽ സ്വയം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക. എന്നെ ഒന്ന് കേൾക്കണം. ആദ്യം എന്നെ കേൾക്കണം. അതിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് എക്സ്പ്ലനേഷൻ? എക്സ്പ്ലനേഷൻ 1, അഴിമതി നിരോധന നിയമത്തിൽ എക്സ്പ്ലനേഷൻ 1, എ പേഴ്സൺ ഷാൾ ബി പ്രിസ്യൂംഡ് ടു ഹാവ് ഇന്റൻഷനലി എൻറിച്ച്ഡ് ഹിംസെൽഫ് ഇല്ലിസിറ്റ്ലി. Intentionally enriched a person shall be presumed to have intentionally enriched himself എന്ന് പറഞ്ഞാൽ എന്താണ്? If he, public servant, or any other person on his behalf, അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും is in possession of or has at any time during the period of office, at any time have been in possession of pecuniary resources or property disproportionate to its non source of income. പബ്ലിക് സർവൻറ്റ് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ആരെങ്കിലും അദ്ദേഹം ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചയോ അല്ലെങ്കിൽ സാമ്പത്തികമായ റിസോഴ്സസ് ഉണ്ടാക്കുകയോ ചെയ്താൽ ഇറ്റ് ഈസ് പ്രിസ്യൂംഡ് ടു ഹാവ്, അത് പബ്ലിക് സർവൻറ്റ് സാമ്പത്തികമായി നിയമവിരുദ്ധമായി മാർഗത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ഇനി നോൺ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? 2018 മോഡി ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് നോൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ നിയമപരമായി തൻ്റെ വരുമാനത്തെക്കുറിച്ച് ഏതെങ്കിലും നിയമപരമായോ വല്ല ഓർഡർ പരമായോ വിജ്ഞാപനപരമായോ കണക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ 2018 അഴിമതി നിരോധന നിയമത്തിൻ്റെ എല്ലാ പല്ലും കുത്തിക്കീറിയപ്പോൾ മോഡി ഇതിനെയും കുത്തിക്കീറി. നോൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് ഫ്രം എനി ലോഫുൾ സോഴ്സ് ആണ്. ഇവിടെ വിഷയം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് 1,72,00,000 രൂപ പിടിച്ചെടുത്തു. ആദ്യം ചോദ്യം ചെയ്യാൻ ആരെയാണ്? വില്ലേജ് ഓഫീസറെയാണ്. എന്താ കാരണം? ഇവിടെ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അങ്ങയുടെ ഉപമ മനസ്സിലായി. ഈ വില്ലേജ് ഓഫീസറുടെ ഭാര്യ എക്സാലോജിക്ക് പോലെ ഒരു കമ്പനി നടത്തുകയും അതിന്റെ കൺസൾട്ടന്റായി പ്രവർത്തിച്ചു എന്ന് നിയമപ്രകാരം GST ഒടുക്കി IT റിട്ടേൺ ഫയൽ ചെയ്ത ആളാണെങ്കിലോ? അല്ല,
IT കൊടുത്താലോ GST കൊടുത്താലോ ഒരു ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് അവർ ഒഴിവാവില്ല. അതാണ് പുതിയ നിയമം. അതെങ്ങനെ നോൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ശരിയാവും മസഫലി. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകൻ ജയ്ഷായുടെ സമ്പത്തിലുണ്ടായിരിക്കുന്ന വർധനവ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ കഴിഞ്ഞതിന് offense ശേഷം നോ ഞാൻ പറയുന്നത് ഒന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് സാധാരണഗതിയിൽ ചോദിക്കും പബ്ലിക് സർവന്റ് എല്ലാം. കേന്ദ്ര സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നു ഈ വീണ വിജയന് ഇത്രയും പണം കിട്ടിയത് ഒരു പ്രൊമിനന്റ് പേഴ്സണുമായിട്ടുള്ള ബന്ധമാണ്. അടുപടിയാണ് അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതി നിരോധന നിയമത്തിലെ 13(1)(b) പറയുന്ന എനി പബ്ലിക് എനി പേഴ്സൺ ഓർ ഓൺ ഹിസ് ബിഹാഫ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയും പബ്ലിക് സർവന്റും തമ്മിലുള്ള ബന്ധമാണ്. സ്വാഭാവികമായി ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ സ്ക്വയർലി അപ്ലിക്കബിൾ ആയ ഒരു കേസാണ്. ഇനി അഴിമതി നിരോധന പ്രകാരം സമ്പാദിച്ച പണം ഞാൻ ഇൻകം ടാക്സ് അടക്കുന്നു, GST അടക്കുന്നു, വിൽ ഹി ബി എക്സോണറേറ്റഡ്? നോ. ഈ പണം അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മണി ലോണ്ടറിംഗ് ആണ്, പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണ്. ഓക്കെ, അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് ഇതാണ്, അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു കേസ് കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു അന്വേഷണമാക്കി മാറ്റുന്നതിലൂടെ കേന്ദ്രവും സഹായിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും എന്നാണോ? 100% കേരളത്തിലെ വിജിലൻസിന് പരാതി കിട്ടി. വിജിലൻസ് ഉറങ്ങുകയാണ്. ഈ സെറ്റ് ഓഫ് ഫാക്ട്സ് ശരി, ആ നിലപാടിനോടുള്ള മറുപടി കൂടി ഞാനൊന്ന് കേട്ടിട്ട് വരാം. അരുൺകുമാർ, അസഫ് അലിയുടെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഇതാണിന്ന് പ്രതിപക്ഷം ഇത് ആവേശപൂർവ്വം ഏറ്റെടുക്കാതിരുന്നതിന്റെ കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ കേസ് അല്പസമയത്തിനകം നമുക്ക് മാത്യു കുഴൽനാടന്റെ പ്രതികരണം കൂടി കേൾക്കാം. മാത്യു കുഴൽനാടനാവട്ടെ, പ്രതിപക്ഷ നേതാവട്ടെ, ആവേശപൂർവ്വം ഇത് ഏറ്റെടുക്കാത്തത് ഇതെല്ലാം ഒരു ഒത്തുതീർപ്പിന്റെ കളിയാണ്. BJP CPM ഒത്തുതീർപ്പിന്റെ ഭാഗമായ അന്വേഷണത്തിന് മുമ്പ് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടും, ഇതെങ്ങും എത്താൻ പോകുന്നില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞതും അസഫ് അലി ഇപ്പോൾ പറഞ്ഞതും കൂടി കൂട്ടി വായിച്ചാൽ ഈ അന്വേഷണം തന്നെ മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും രക്ഷപ്പെടുത്താനുള്ള അടവാണ്. അഴിമതി നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കമ്പനി നിയമത്തിന്റെ പരിധിയിലേക്ക് അന്വേഷണം മാറ്റുക. കമ്പനി നിയമത്തിന്റെ പരിധിയിൽ വ്യക്തമായി പറയുന്നു വ്യക്തികൾക്കെതിരെ അന്വേഷണം നടത്തുക സാധ്യമല്ല. അരുൺകുമാർ. ഡോക്ടർ അരുൺ, ഇവിടെ ആസഫ് അലി സാറ് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ്, മുൻ DGP ആണ്, ഞങ്ങളെല്ലാം വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ആന മണ്ടത്തരമാണെന്ന് പറയാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം ഈ മുഖ്യമന്ത്രിയുടെ മോൾ ഒരു പബ്ലിക് സർവൻ്റ് ആണോ? അദ്ദേഹം ഇവിടെ വായിച്ചു അദ്ദേഹത്തിന് വേണ്ടി പബ്ലിക് സർവൻറ്റിന് വേണ്ടി വാങ്ങിച്ചു എന്ന് ഇതുവരെ ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏതെങ്കിലും ഒരു പരാമർശം ഇല്ലല്ലോ. വരവിൽ കവിഞ്ഞ സ്വത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. വരവിൽ കവിഞ്ഞ സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഇതുവരെ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ? നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം 13(1)(b) ആ സെക്ഷൻ എടുത്ത് വായിച്ചതാണ്. അത് വായിച്ച ആർക്ക് മനസ്സിലാവും? അത് വേറെ. ഒരു പബ്ലിക് സർവന്റ് ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗലായിട്ട് ഇല്ലീഗൽ ഗെയിന് വേണ്ടി പണം കൈപ്പറ്റുകയോ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും മേടിക്കുകയോ വരവിൽ കവിഞ്ഞ സ്വത്ത് ആർജിക്കുകയോ നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം നടത്തുകയോ ഒക്കെ ഒരു പബ്ലിക് സർവന്റ് ചെയ്താൽ വരുന്ന ഒഫൻസാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഇപ്പൊ ഉണ്ടെന്നിരിക്കട്ടെ, അത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കൃത്യമായി പരിഗണിച്ചല്ലോ ആസഫ് അലി സാറേ. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇത് നിൽക്കില്ലെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലേ? അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് പരിഗണിച്ചില്ലേ? ഹൈക്കോടതി ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞോ ഈ കേസ് നിൽക്കുമെന്ന്? ആ ഹൈക്കോടതിയിൽ പരാതിക്കാരൻ മരിച്ചു പോയത് കൊണ്ട് അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഹൈക്കോടതിയിൽ അതിൽ പരാതിക്കാരൻ മരിച്ചു പോയത് കൊണ്ട് അതിന്റെ ലീഗാലിറ്റി ഒന്ന് പരിശോധിച്ച് നിൽക്കുകയല്ലേ? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്തിയെ കോൺഗ്രസ് ഇതുവരെ ഒരു കേസ് കൊടുക്കാത്ത ഈ വിഷയത്തില്? താങ്കൾ കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനയുടെ സംസ്ഥാന നേതാവായിരുന്നില്ലേ? ഇത്ര മാസങ്ങളായില്ലോ ഈ വിഷയത്തിൽ 13(1)(b) നിൽക്കും, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിൽക്കും എന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് എഴുതി ഏതെങ്കിലും കോടതിയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തായിരുന്നു മടി? എന്തിയെ നിങ്ങൾ കൊടുക്കാത്ത? നിങ്ങൾക്കറിയാം നിയമപരമായിട്ട് ഇതൊന്നും നിൽക്കില്ല എന്ന്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ ഇവിടെ സെറ്റിൽമെന്റ് ആണ് BJPയും CPM എന്ന് പറയാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കാൻ UDFന്റെ നേതാക്കന്മാരും UDFന്റെ അഭിഭാഷക സംഘടനയുടെ നേതാക്കന്മാരും മനഃപൂർവ്വം ഇറങ്ങി തിരിഞ്ഞിരിക്കുകയാണ്. ഇത് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ കുറെ കണ്ടതാ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കുറെ കണ്ടതാ. അതിനുശേഷം 3 വർഷം കഴിഞ്ഞു. നിങ്ങൾ പോയില്ലല്ലോ ഇതുവരെ ഏതെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ശരിയായ തരത്തിൽ നടത്തിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പോയില്ലല്ലോ എങ്ങും. ഇന്ന് നിങ്ങൾ പത്രക്കാരെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞോട്ടെ, എന്ത് അന്വേഷണം ഇപ്പൊ ഈ കമ്പനി ആക്ട് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്? അഫയേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. കമ്പനിയുടെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനാ.
ഏതെങ്കിലും തരത്തിൽ മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ മറ്റു തരത്തിൽ ഗുരുതരമായി കമ്പനി ആക്ടിൽ പറയുന്ന വകുപ്പുകളൊന്നുമല്ല. ചുമ്മാ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാൻ. അതെന്താണ്? അത് ആദ്യം ഞാൻ പറഞ്ഞു, ഗൗരവത്തിൽ ജനങ്ങൾ കേൾക്കേണ്ടതാണ്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ശ്രീ ഷോൺ ജോൺ കൊടുത്തിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കമ്പനി ലോയുടെ അതോറിറ്റിക്ക് ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അത് അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ്. അത് ഹൈക്കോടതി പരിഗണിക്കുകയാണ് നാളെ കഴിഞ്ഞ്. സൂചിപ്പിച്ച ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി ശരി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് 1 മിനിറ്റ്. അതായത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കമ്പനി ലോയുടെ അഖിലേന്ത്യാ അതോറിറ്റി അന്വേഷിച്ചു എന്ന് വരുത്തുന്നതിന് പകരം ഞങ്ങൾ അങ്ങ് അന്വേഷിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള KSDC കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ജനുവരി മാസം 3-ന് തന്നെ മറുപടി അയച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തരത്തിൽ ഇപ്പൊ 206 പ്രകാരം എൻക്വയറിയിലാണ് ബാംഗ്ലൂരിലെ കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനി അന്വേഷണം നടത്തി എന്ന് പറയുന്നത്. 206 എന്താണ്? ഡോക്യുമെന്റുകൾ പരിശോധിക്കുക എന്ന് മാത്രമാണ്. 4 വർഷം മുമ്പ് ബോധ്യപ്പെട്ടു. ആ രേഖകൾ കൊടുത്തതിൽ നിന്നാണ് എക്സാലോജിക്കിന് ഡോക്ടർ അരുൺ ഒഫൻസസ് കമ്മിറ്റി അവിടെയും ഗുരുതരമായിട്ടുള്ള വിഷയം ഹിയർ ദി അതർ സൈഡ് ഇല്ല. 2020 മുൻപ് കൊടുത്ത രേഖകൾ 2023 ഏകപക്ഷീയമായി രജിസ്ട്രാർ ഓഫ് കമ്പനി മാത്രം പരിശോധിക്കുക. അവിടെയും ഈ എക്സാലോജിക് കമ്പനിക്കോ അതിന്റെ തലവന്മാർക്കോ അവരെ വിളിച്ച് സ്വാഭാവികമായ രേഖകൾ പരിശോധിച്ചപ്പോഴാണല്ലോ ബോധ്യമാവുന്നത്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചിരിക്കുന്നത്. ഈ 3 ഇൻസ്പെക്ടർമാരുടെ അതർ സൈഡ് കേൾക്കും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് നേരത്തെ അഡ്വക്കേറ്റ് അസഫ് അലി സൂചിപ്പിച്ച നമ്മൾ ഏറെ ചർച്ച ചെയ്ത വിഷയം പ്രേക്ഷകർ മറന്നുപോയെങ്കിൽ അവരുടെ ഓർമ്മപ്പെടുത്തലിന് കൂടി പറയട്ടെ. 48-ാമത്തെ പേജിൽ ഖണ്ഡിക 7.4 പറയുന്നത് പോലെ ഈ വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്നത് മിസ്സിസ് വീണ ടി ഈസ് ദ ഡോട്ടർ ഓഫ് എ പ്രൊമിനന്റ് പൊളിറ്റീഷ്യൻ. അതുമാത്രമല്ല, ടു ഹൂം ദി അതർ പേയ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ആസ് പെർ അസസീസ് ഓവർ അഡ്മിഷൻ എന്നുള്ളതാണ്. അതായത് വീണ തൈക്കണ്ടിയിലിൻ്റെ ബന്ധുവായ അച്ഛനായ ഈ പ്രമുഖ രാഷ്ട്രീയ നേതാവിന് മറ്റു ചില പേയ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് എന്ന പോയിന്റിലാണ് അഡ്വക്കേറ്റ് അസഫ് അലി പറഞ്ഞ ഭാഗം ഉണ്ടാവുക. അതായത് പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ സ്വത്ത് സമ്പാദിച്ച വിഷയത്തിലല്ല, ആ പ്രമുഖ നേതാവിന് മറ്റു ചില പേയ്മെന്റുകൾ നൽകിയിട്ടുണ്ട്, അതും ഇൻ ക്യാഷ്. സുരേഷ് കുമാറിന്റെ മൊഴികളിലുണ്ട്, ഇൻ ക്യാഷ് ആണ് കൊടുത്തിരിക്കുന്നത് PVക്ക്. ഇത് രണ്ടും തമ്മിലാണ് കൂട്ടിയോജിപ്പിക്കുമ്പോൾ അഡ്വക്കേറ്റ് അസഫ് അലി പറഞ്ഞതിനകത്തൊരു കഴമ്പുള്ളതായി നമുക്ക് തോന്നുന്നത്. അരുൺകുമാർ, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ PV ഞാനല്ല എന്ന്. എന്നാൽ അത് ഞാനാണെന്ന് പറഞ്ഞ നിരവധി എന്ന് പറയുമ്പോൾ വീണ തൈക്കണ്ടി ഈസ് ദ ഡോട്ടർ ഓഫ് ദ പ്രൊമിനന്റ് പൊളിറ്റീഷ്യൻ അഗൈൻസ്റ്റ് ഹൂം ദി അതർ പേയ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് എന്ന് പറഞ്ഞത് ആരാണ്? അതിൽ പറയുന്ന പ്രൊമിനന്റ് പൊളിറ്റീഷ്യൻ ആരാണ്? അത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? നിങ്ങൾ PV വിടൂ. അല്ല, ഇത് 2 ഘട്ടമാണ്. അല്ല ഞാൻ പറയട്ടെ, 2 ഘട്ടം. ഇത് 2 ഘട്ടം. ഇതിൽ ഒന്ന് എക്സലോജിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖന്റെ മകൾ എന്ന രൂപത്തിൽ എക്സലോജിക്കൽ കമ്പനിയുടെ ഉടമയെ പെടുത്തിയിരിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള വാദമോ ഒരു തരത്തിലുള്ള സമൻസോ മറ്റു കാര്യങ്ങളില്ല. ഈ വാദം ഈ ഒരു ഫൈൻഡിങ്ങിലേക്ക് പോകുമ്പോഴും ഒരു തുണ്ട് കടലാസ് 2019 വീട് സെർച്ച് ചെയ്തപ്പോൾ കിട്ടി. അതിനെന്ത് ആധികാരികതയാണ്? ഇപ്പൊ ആസഫ് അലി സാർ നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, സുപ്രീം കോടതി എത്രയോ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബുക്ക് ഓഫ് അക്കൗണ്ട് എവിഡൻസ് ആക്ട് ഒന്ന് വായിച്ചു നോക്കുക. ആ മൊഴിക്കൊരു ഇല്ല. ആ സെക്ഷൻ 34 എവിഡൻസ് ആക്ട് ഒന്ന് വായിച്ചു നോക്കണം. ബുക്ക് ഓഫ് അക്കൗണ്ട് കൊടുത്ത് ആ അക്കൗണ്ട് കോടതിയിൽ കൊണ്ടുപോയി വിസ്തരിച്ചാൽ പോലും അത് തെളിവ് മൂല്യം പരിശോധിക്കണം. പിന്നെ എവിടെന്നോ കിട്ടിയ ഒരു തുണ്ട് കടലാസ് ആരുടെയോ വീട്ടിൽ നിന്ന് കിട്ടി, അതിൽ 2 ചെറിയ അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്, ആ അക്ഷരം വെച്ചുകൊണ്ട് ഇന്നയാളാണെന്ന് പറഞ്ഞാൽ എന്ത് നിയമപരമായിട്ടുള്ള വാലിഡിറ്റിയാണ് അതിലുള്ളത്? ആസഫ് അലി സഖാവ് ആസ് എ ലോയർ എന്ന രൂപത്തിൽ അഭിപ്രായം പറയട്ടെ. സെക്ഷൻ 34 ഓഫ് എവിഡൻസ് ആക്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി കണക്ക് കൂട്ടുന്നു എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അഡ്വക്കേറ്റ് അസഫ് അലി അരുൺകുമാർ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ഇതൊരു അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടാവുന്ന കുറ്റമാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ താങ്കൾക്ക് പോലും ഒരു PIL ഫയൽ ചെയ്തുകൂടാ ഈ വിഷയത്തിൽ? അപ്പോൾ മറ്റു പേരുകൾ കൂടി വരുമെന്ന ഭയമാണോ? KK, കുഞ്ഞാലിക്കുട്ടി, RC, രമേശ് ചെന്നിത്തല, ഇതെല്ലാം ഒരു പുസ്തകത്തിൽ കുറേ ആളുടെ പേരെഴുതി വെച്ചാൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പറ്റില്ല എന്ന് BC ശുക്ലയുടെയും LK അഡ്വാനിയുടെയും കേസിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞതാണ്. ഇവിടെ വിഷയം അതല്ല. എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശരിക്കും സമ്മതിക്കണം.
ഇവിടെ വിഷയം ഒരു പബ്ലിക് സർവന്റിന്റെ പേര് പറയുന്നു PV. അതോടൊപ്പം തന്നെ പബ്ലിക് സർവന്റിന്റെ മകൾക്ക് 1,72,00,000 രൂപ ലഭിച്ചിരിക്കുന്നു. അതിന് യാതൊരു പ്രതിഫലവുമായിട്ട് കിട്ടിയ പണമല്ല, സമ്മതിക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞു കോൺഗ്രസ് എന്തുകൊണ്ട് കോൺഗ്രസ് പറയാൻ, ഞാൻ കോൺഗ്രസിന്റെ പ്രിൻസിപ്പൽ വക്താവൊന്നുമല്ല, ഞാൻ കേസ് കൊടുക്കാൻ ഞാൻ ഉത്തരവാദിയാണോ എന്നുള്ള കാര്യം വേറെ പ്രശ്നം. നമ്മളെ മുമ്പിലുള്ള ചർച്ചാ വിഷയം എന്താണ്? ഈ ഫാക്ട്സ് ഒരു ഒഫൻസ് ഡിസ്ക്ലോസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു പബ്ലിക് സർവന്റ് ഓർ എനി അതർ പേഴ്സൺ ഓൺ ഹിസ് ബിഹാഫ് എന്ന് പറഞ്ഞാൽ അത് 13(1)B വന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. ഒന്ന്. രണ്ടാമത്തത്, കേന്ദ്ര ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് ഈ ഇങ്ങനെ ഒരു ഫൈൻഡിങ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു വിശദീകരണം ഒന്ന് ചോദിച്ചോട്ടെ, ക്ലാരിറ്റി വരുത്താൻ വേണ്ടി മാത്രമാണ്. 13(1)B പറയത്തിൽ അങ്ങ് പറഞ്ഞപ്പോൾ ഓൺ ബിഹാഫ് വാങ്ങിയിട്ടുണ്ട് എന്നെങ്ങനെ നമുക്കിതിൽ സമർത്ഥിക്കാൻ സാധിക്കും ആസഫ് അലി? ഞാൻ പറയാം ദാറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ അതാ പറയുന്നത്. ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് 1,72,00,000 പിടിച്ചാൽ വിജിലൻസ് ആദ്യം ചോദ്യം ചെയ്യുക വില്ലേജ് ഓഫീസറെയാണ്. കാരണം ആർക്ക് വേണ്ടി? മാത്രമല്ല, ഒരു PV എന്നും പറഞ്ഞു, PVക്ക് പണം കൊടുത്തെന്ന് പറയുന്നു, PVയുടെ മകൾക്ക് PVക്ക് പണം കൊടുത്തത് നിൽക്കില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കാര്യം അതിൽ ഡയറി കുറിപ്പിൽ ഊരും പേരും മേലും താലും ആദ്യ പേജും അവസാന പേജും ഇല്ലാത്ത, വാലും തലയും ഇല്ലാത്ത അത് നിൽക്കില്ല. അരുൺ, എന്നെ പറയാൻ സമ്മതിക്കണം. അല്ലല്ല, ഞാൻ ക്ലാരിറ്റി വരുത്തി ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ക്ലാരിറ്റി തരാം. ഒരു കടലാസിൽ കുറെ പേരെഴുതി വെച്ചാൽ അത് ഒഫൻസ് അല്ല എന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇവിടെ ആ കടലാസിൽ പേരെഴുതി വെച്ചത് മാത്രമല്ല, PVക്ക് പണം കൊടുത്തു എന്ന് എഴുതി പറയുന്നു, PVയുടെ മകൾക്ക് 1,72,00,000 കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ PVക്ക് പണം കൊടുത്തു എന്നൊരു കടലാസിൽ രേഖയുണ്ട്. അത് നിൽക്കില്ല. അത് നിൽക്കില്ല. PVക്ക് കൊടുത്തു എന്ന് കടലാസിൽ പറഞ്ഞത് നിൽക്കില്ല. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയി PVയുടെ മകൾക്ക് പണം കിട്ടിയിട്ടുണ്ട്. അവിടെയാണ് ഇനി പബ്ലിക് സർവന്റ് ഓർ എനി അതർ പേഴ്സൺ ഓൺ ഹിസ് ബിഹാഫ്. ഇനി വേറൊരു കാര്യം പറയാം. ഇത്രയും ഞാൻ ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞു, അതായത് ഇതിൽ അപ്പീലില്ല, റിവിഷൻ ഇല്ല, ഡിഫമേഷൻ ഇല്ല. ഡിഫമേഷൻ ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, അങ്ങനെ നിയമമൊന്നും ഞാൻ പഠിച്ചിട്ട്. ഞാൻ 43 കൊല്ലമായി വക്കീൽ പണി എടുക്കുന്നത്. ഇവിടെ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ ഫൈൻഡിങ്ങിൽ കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉന്നതമായ പദവി വഹിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടായിട്ടുണ്ട്. ഭരണഘടന നമ്മളെ ഒരു പൗരന് നൽകിയിരിക്കുന്ന റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്? ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്നുള്ളതാണ്. ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്. ഒരു ഇൻഡിവിജ്വലിന്റെ ശ്രമമാണ്, ഇന്ത്യയുടെ നടപടി കൊണ്ടാണ് ഒരാളുടെ സൽപ്പേരിന് കളമുണ്ടാക്കിയെങ്കിൽ ഡിഫമേഷൻ കൊടുക്കാം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് അവരുടെ ഭാഷയിൽ, CPMന്റെ ഭാഷയിൽ, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കളങ്കപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു ഫൈൻഡിങ് ഉണ്ടാക്കി. എന്താണ്? സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 നിൽക്കും. അതെന്തുകൊണ്ട് നീക്കം ചെയ്തില്ല എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ചോദ്യം. കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വരുന്നതിന് മുൻപ് മാത്രമല്ല, KS അരുൺകുമാർ, അടുത്ത റൗണ്ടിൽ അങ്ങേക്ക് മറുപടി പറയാം. അതിന് സേവനം കൊടുത്തതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത പണ്ട് പരിഹാസ്യമായ വിഷയങ്ങളാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസും ടാലിയും പവർ പോയിന്റും ഇതൊക്കെയാണ് 1,72,00,000 രൂപയ്ക്ക് വേണ്ടി കൊടുത്ത സേവനം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം. ഇപ്പോൾ ഞാൻ അങ്ങയിലേക്ക് വരാം. അതിന് അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരമുണ്ട്. PR ശിവശങ്കർ, ഈ ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തൽ കണ്ടു, അതായിരുന്നു എൻ്റെ അടുത്തുള്ള ആദ്യ ചോദ്യം. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ അസഫ് അലി പറയുന്നത് പ്രകാരം ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതരാക്കുകയാണ് മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും. വ്യക്തിപരമായി ഈ കേസിനെ അന്വേഷിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. കാരണം കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണം കമ്പനികൾക്ക് മാത്രം ബാധകമായ, കമ്പനി നിയമത്തിൻ്റെ വയലേഷനും അതിൽ ഫ്രോഡുലൻസും ഡയറക്ടർമാരുടെ പരാതി പ്രകാരം തെളിയിക്കേണ്ട കേസാണ്. ഇതിൽ അങ്ങനെ ഒരു പരാതിയേ ഇല്ലെന്നേ. അതുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണം പോലും അവർ വൈകിപ്പിച്ചത്. നിങ്ങൾ യഥാർത്ഥത്തിൽ സേഫ് ആക്കുകയാണ് പിണറായി വിജയനെയും വീണ വിജയനെയും. അല്ല ഡോക്ടർ അരുൺ, അതല്ല ശരി. ഞാൻ രണ്ട് കാര്യം ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പ് ഒന്ന്, ഇപ്പോൾ പണം കിട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അക്കൗണ്ട് പേ വഴിയാണ് പോയിരിക്കുന്നത്. അത് അവർ തന്നെ
ടാക്സ് അടയ്ക്കുകയും ചെയ്തു, GST അടയ്ക്കുകയും ചെയ്തു. അതായത് ഇവർ സമ്മതിച്ചു ഈ 1,72,00,000 കിട്ടിയെന്ന്. എപ്പോൾ കേസ് വന്നപ്പോൾ, അതിനുശേഷമാണല്ലോ GST അടച്ചത്. ആ GSTയുടെ നമുക്ക് തെളിവുകളും ബാക്കി കാര്യമുണ്ട്. അപ്പോൾ ഇവർ പണം കിട്ടിയെന്ന് സമ്മതിക്കുന്നു. പണം കിട്ടിയെന്ന് സമ്മതിച്ചാൽ പിന്നെ എന്താണ് ഈ കോടതി വിധിയിലുള്ള പ്രശ്നം? ആ ഒരു പ്രശ്നവുമില്ല. പണം കിട്ടിയെന്ന് സമ്മതിക്കുന്നു. വിജയൻ ഇത് പേഴ്സണലി വീണ വിജയനല്ല, എക്സാലോജിക്കിനാണ് പണം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കമ്പനി ആക്ട് പ്രകാരം നടപടിയെടുക്കുന്നത്. 2, ഇവിടെ നേരത്തെ KSIDC അദ്ദേഹം പറഞ്ഞല്ലോ ഒരു രജിസ്റ്റർ ഓഫ് പോസ്റ്റ് വഴി അയച്ചു എന്ന്. അതിൻ്റെ അക്നോളജ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ന്യൂസ് വന്നപ്പോൾ ശ്രീ പോൾ ആൻ്റണിക്ക് അതിൻ്റെ ചെയർമാനോ അല്ലെങ്കിൽ അതിൻ്റെ MDക്കോ അത് ട്വീറ്റ് ചെയ്യായിരുന്നില്ല. ദർസ് എൻ അക്നോളജ്മെൻറ്റ്, വി ഓൾറെഡി സെൻഡ് ദ റിപ്ലൈ ടു ദറ്റ് കമ്പനി ഓഫ് ആക്ട് അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആക്ടിന് തന്നു എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്താൽ ഞാനോ അരുണോ ഈ ചോദ്യം ചോദിക്കുമോ? അപ്പോൾ ഇല്ലാത്തൊരു കാര്യം ഇപ്പോഴിടെ ഉണ്ടാക്കി വെച്ച് അരുൺ നൽകാൻ മറുപടിയാണെന്ന് സംശയം വന്നാൽ ആരാണ് കുറ്റപ്പറ്റ? അല്ലെങ്കിൽ ദേ ക്യാൻ പ്രൊഡ്യൂസ് എൻ ഇമെയിൽ. നോർമലി വി വിൽ സെൻഡ് എൻ ഇമെയിൽ, നോർമലി ദ റിപ്ലൈ. അപ്പോൾ അതിന് ഇലക്ട്രോണിക് എവിഡൻസിൻ്റെ തെളിവുണ്ട്, അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ KSIDCയും ഇതിന് മറുപടി നൽകിയില്ല എന്ന് സംശയിക്കുന്നു. എന്തുകൊണ്ടാണ് KSIDC വരുന്നത്? നമുക്കറിയാം 13% CMRL അല്ല സമയം ഇത് ട്വീറ്റ് ചെയ്യാൻ എന്താ പ്രശ്നം? അക്നോളജ്മെന്റ് കാർഡ് ഉണ്ട്, അത് ട്വീറ്റ് ചെയ്യാനായിട്ട് KSIDCയിൽ 100-200 ചില സ്റ്റാഫ് ഉണ്ട്, അതെടുത്ത് ട്വീറ്റ് ചെയ്തുകൂടെ? മേലുണ്ടെങ്കിൽ അത് 3 ഇതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് കടന്നു എന്ന് വിശ്വസിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ പണം അല്ലെങ്കിൽ KSIDC. അരുൺ അഡ്വക്കേറ്റ് അരുൺ ഒരല്പം ക്ഷമ കാണിക്കും. നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്ത് പറ്റി ഇന്ന്? കൃത്യമായ ആരോപണങ്ങൾ വരുമ്പോൾ ഉത്തരം പറയാൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെയൊക്കെ തടസ്സുന്നത്. അസഫ് അലി സാറിനെ താങ്കൾ താമസപ്പെടുത്തും കണ്ടു, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ താങ്കൾ. അപ്പോൾ ഈ പറയുന്ന KSIDCക്ക് 13% വരുമാനം കൊടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ CMRLൻ്റെ പെർസെൻറ്റേജ് ഷെയർ ഉള്ളപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേറ്റ് ചെയ്തു എന്നുള്ള കേസും KSIDCക്കെതിരെ വരും. ധാരാളം ഈ ആരോപണങ്ങൾ കൊടുത്തിട്ടില്ലെന്നോ KSIDCയുടെ ലാഭവിഹിതം കുറഞ്ഞിട്ടുള്ളോ എന്നൊരു പരാതി KSIDCക്ക് ഇല്ല. KSIDCക്ക് ഉണ്ടാവില്ല. അതാണല്ലോ ഇതിലെനിക്ക് മനസ്സിലാവുന്നില്ല. അതിലൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള പിന്നെ കമ്പനി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കേസെടുക്കും? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വരും. പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരാലോ. ഗവൺമെന്റ് കമ്പനി, CMRL കമ്പനിയാണ് പണം കൊടുക്കുന്നത്. അതെ അരുൺ, അതുകൊണ്ടാണ് പറഞ്ഞത് CMRL കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 13% ഈ പറയുന്ന ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മൾക്കെല്ലാം കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഇൻഫ്ലേറ്റ് ചെയ്തു, ആ പണം തെറ്റായ രീതിയിൽ പോയി, അത് ഇത്തരത്തിലുള്ള എക്സാലോജിക്കിന് അടക്കമുള്ള ആൾക്കാർക്ക് ചെയ്യാത്ത കാര്യങ്ങൾക്ക് നൽകി എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട പണമാണ്. ഒരു പ്രശ്നം ക്ലോസ് ചെയ്ത കേസാണ്. ഏത് ക്ലോസ് ചെയ്തു? ആ കേസ് ക്ലോസ് ചെയ്തു. അങ്ങനെയാണല്ലോ സെറ്റിൽമെന്റ് ബോർഡ് നമ്മൾ കണ്ടത്. ലാഭം KSIDC പിന്നെ എങ്ങനെ കേസ് വരും? ഉണ്ട് അരുൺ, നികുതി വെട്ടിച്ചത് വേറെ കേസ്. ലാഭവിഹിതം കുറച്ച് കാണിച്ചുകൊണ്ട് അത് സംസ്ഥാന സർക്കാരിന് കൊടുത്തില്ല എന്നുള്ളത് വേറെ കേസാണ്. നികുതി വെട്ടിച്ചത് വേറെ കേസ്. അത് IT ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചു, അതിന് പെനാൽറ്റി അടിച്ചു. അല്ല, ഉണ്ടാവണം. അല്ല, സംസ്ഥാന സർക്കാർ, അത് സെൻട്രൽ ഗവൺമെന്റ്. നേരത്തെ അഡ്വക്കേറ്റ് അസഫിൽ പറഞ്ഞതിന് കൂടെ മറുപടി KS അരുൺകുമാർ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അതിലൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ഇതിൽ PV എന്നത് നിൽക്കില്ല, പക്ഷേ പിണറായി വിജയന്റെ മകൾ പണം കൈപ്പറ്റി എന്നുള്ളത് ഓൺ ബിഹാഫ് എന്നുള്ള അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 13(1)B പ്രകാരം നിലനിൽക്കും എന്നുള്ളതൊന്ന്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. KSIDCക്ക് ലാഭവിഹിതം കൊടുക്കേണ്ട കമ്പനിയാണ് ഈ ചെലവ് പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. അതുപ്രകാരം നഷ്ടപ്പെട്ടത് സാധാരണക്കാരൻ്റെ നികുതി പണമാണ്. ഷോൺ ജോർജിന് കേസ് കൊടുക്കാം, എനിക്ക് കേസ് കൊടുക്കാം, അത് 477 പ്രകാരം അന്വേഷിക്കാം. റോങ്ഫുൾ ലോസ് ആണത്. രണ്ട് കാര്യം. ഇപ്പോൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, ഈ തുണ്ട് കടലാസിൽ ഏതെങ്കിലും അക്ഷരം എഴുതി വെച്ച് ആരോ എന്നോ എവിടെ നിന്നോ എടുത്ത ഒരു രേഖയ്ക്ക് തെളിവ് മൂല്യമില്ലെന്ന് ആസഫ് അലി സാറ് സമ്മതിച്ചു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം ജെയിൻ ഹവാല കേസിന്റെ സുപ്രീം കോടതി വിധിയോടെ ഒന്ന് ഉദ്ധരിച്ചിരുന്നെങ്കിൽ ജനങ്ങൾക്ക് അത് ക്ലാരിഫിക്കേഷൻ വന്നേനെ. കാരണം അതൊന്നും പറ്റില്ല. അപ്പൊ അത് സമ്മതിച്ചു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആദ്യം പറഞ്ഞത് സേവനം കിട്ടിയിട്ടില്ല, സേവനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചോദിക്കട്ടെ, വീണ്ടും ഇപ്പൊ നോട്ടീസ് വന്നിരിക്കുകയാണ്. ആ നോട്ടീസിന്റെ ഭാഗമായി ഈ കമ്പനികൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം.
5 ജീവനക്കാർ പറഞ്ഞു പല രൂപത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര സേവനം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഒഫീഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കാൻ കഴിയില്ല ഇനി എന്ന് ആദായ നികുതി വകുപ്പ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ആ ഒഫീഷ്യൽ മാനേജ്മെന്റ് പറയുന്നതാണോ ജീവനക്കാർ പറയുന്നതാണോ ആധികാരികം? വരട്ടെ, അതൊക്കെ പരിശോധിക്കട്ടെ. ഇവിടെ GST അടച്ചിട്ടില്ല, IGST അടച്ചതിന്റെ രേഖ വന്നു. അപ്പോൾ സേവനമാണെങ്കിൽ മാത്രമേ IGST വന്നു. അപ്പൊ ഇതിലെല്ലാം കൃത്യമായി ക്ലാരിഫിക്കേഷൻ ഉണ്ട്. പിന്നെ എന്താ കുഴപ്പം? തെരഞ്ഞെടുപ്പ് വരാൻ പോകുക, എന്തെങ്കിലുമൊക്കെ ചർച്ചാ വിഷയമാക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മൾ കണ്ടതാണ്. മറ്റൊരു വിഷയവും നിലനിൽക്കില്ല. അതുകൊണ്ട് പൊടി തട്ടിയെടുത്ത് വിഷയങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് ആ വിഷയങ്ങൾ വന്നതെന്നും മുന്നോട്ട് പോകുന്നതൊക്കെ ജനങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, KSDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നികുതി കിട്ടാനുണ്ടോ, മറ്റു വരുമാനം, അത് അന്വേഷിച്ചോട്ടെ. അതിലൊക്കെ ആർക്കാണ് തടസ്സം? ഗവൺമെന്റിന് കിട്ടേണ്ടത് ഗവൺമെന്റിന് കിട്ടണ്ടേ? ഇവിടെ തെറ്റായ ചില വിവരങ്ങൾ വച്ചുകൊണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന് UDF എന്നും പത്രസമ്മേളനം നടത്തി എന്തോ വലിയ പ്രശ്നമാണ് ഈ നാട്ടിൽ എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ആ ശ്രമം എത്ര ചർച്ചയായി മുന്നോട്ട് പോയാലും, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ന നോട്ടീസും അതുകൊണ്ട് തന്നെയാണ്. ഹൈക്കോടതി ഏതെങ്കിലും തരത്തിലൊരു പരാമർശം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലൊരു ഓർഡർ ഇറക്കണം. ആ ഓർഡറിന്റെ വകുപ്പുകളെല്ലാം ഉണ്ട്. അഫയേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിച്ചോട്ടെ, നിന്നുപോയ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചോട്ടെ, നടന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചോട്ടെ, ഗവൺമെന്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചോട്ടെ. ഏത് അന്വേഷണത്തെയും ആരും ഭയപ്പെടുന്നൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആകുമ്പോൾ അത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ശിവശങ്കറും അഡ്വക്കേറ്റ് ആസഫ് അലിയും കൂടി പറഞ്ഞതിൽ നിന്ന് നമുക്ക് ചുരുക്കാവുന്നൊരു പോയിന്റ് ഉണ്ട്. എങ്ങനെയാണ് KSEDCക്ക് നഷ്ടം വന്നത്? KSEDCക്ക് CMRL കൊടുക്കേണ്ട ലാഭവിഹിതം കുറച്ച് കാണിച്ചു. എങ്ങനെയാണ് കുറച്ച് കാണിച്ചത്? അത് വീണ തൈക്കണ്ടിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സേവനത്തിനല്ലാത്ത പ്രതിഫലം അത് കൂട്ടിക്കൊടുത്തു. ആ ഇൻഫ്ലേഷൻ ചെലവുകളിലുള്ള ഇൻഫ്ലേഷൻ സൂചിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കൊടുത്തു 1.72. അതിനുള്ള സേവനം എന്ത്? അതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ നമ്മൾ കാലങ്ങളായി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിനിന്നും തൃപ്തികരമായ ഉത്തരം കിട്ടിയിട്ടില്ല. അത് ആരന്വേഷിക്കുമെന്നതായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഇത് അന്വേഷിക്കാൻ ഒരു ഏജൻസി വരുന്നു. കമ്പനി ആക്ടിന്റെ പരിധിയിൽ ഇതാ റോങ് ലോസ് ഉണ്ടായിരിക്കുന്നു. തെറ്റായ നഷ്ടം KSIDCക്ക് വരുത്തിയിരിക്കുന്നു. ആര്? CMRL. എങ്ങനെ വരുത്തി? അത് ഇൻഫ്ലേഷൻ ഉപകാരം, ഇൻഫ്ലേഷൻ വഴി. ആ ഇൻഫ്ലേഷൻ എങ്ങനെയുണ്ടായി? ഇൻഫ്ലേഷൻ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ മകളെന്ന പരിഗണനയിൽ പണം കൊടുത്തു. കാര്യങ്ങൾ സുവ്യക്തമാണ്. അവിടെയാണ് അരുൺകുമാർ വിശദീകരണം. നമ്മൾ ആ സേവനത്തിലേക്ക് വീണ്ടും പോയി നിൽക്കുന്നത്. ആ സേവനം എന്താണ്? താങ്കൾ എവിടെയെങ്കിലും മൈക്രോസോഫ്റ്റിന്റെ, ടാലിയുടെ, പവർ പോയിന്റിന്റെ ഏതെങ്കിലും ഒരു ഇത്തരം സോഫ്റ്റ്വെയറുകൾക്ക് 25,000-ൽ കൂടുതൽ രൂപ ചെലവ് വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒറ്റ മിനിറ്റ്. ആ സേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ജീവനക്കാർ കൊടുത്ത മൊഴി പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തു വന്നില്ല എന്നതാണ്. കിട്ടിയില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല. സുരേഷ് കുമാറും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇതിന്റെ പ്രധാനപ്പെട്ട അതോറിറ്റി ഞങ്ങൾക്ക് ഒരു മൈക്രോസോഫ്റ്റിന്റെ മെയിൻ്റനൻസിന് 1,72,00,000 രൂപ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ കമ്പനി പോലും ഉണ്ടാവൂല. മൈക്രോസോഫ്റ്റിന്റെ കമ്പനിയിൽ ഉണ്ടാവൂല. അല്ല, അത് ആ കമ്പനികൾ വിശദീകരിക്കട്ടെ. അല്ല ആ കമ്പനികൾ വിശദീകരിച്ചോട്ടെ. ഇപ്പൊ വിശദീകരണം ചോദിക്കും, നോട്ടീസ് വരുന്നു, മറ്റു കാര്യങ്ങളായിക്കോട്ടെ. അതെല്ലാം ബന്ധപ്പെട്ട കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ്, നോൺ ഡിസ്ക്ലോഷർ ക്ലോസ് ഉള്ള എഗ്രിമെന്റ്, അത് അവർ വിശദീകരിക്കട്ടെ. അത് ഇവിടെ UDFന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പത്രപ്രതിനിധികളോ അല്ലല്ലോ വിശദീകരിക്കേണ്ടത്. ഏതായാലും നോൺ ഡിസ്ക്ലോഷർ ക്ലോസ് ഉള്ള 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ്, ആ എഗ്രിമെന്റ് ഒരു ഭാഗത്തിന് മാത്രമായിട്ട് പുറത്തുവിടാൻ കഴിയില്ലല്ലോ. അത് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരട്ടെ, അല്ലെങ്കിൽ അവർ വിശദീകരിക്കട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ അതിലൊന്നും ഒരു മടി പറഞ്ഞില്ലല്ലോ, ഒരു സംശയവും പറഞ്ഞില്ല. ഇത് രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കുന്നതിന്റെയും തെരഞ്ഞെടുപ്പ് സമയം വന്നപ്പോ 4 മാസം കയ്യിലിരുന്നു. നാളെ കഴിഞ്ഞ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഒരു പ്രത്യേക ഉത്തരവ്, ആ ഉത്തരവ് വരാനുണ്ടായ സാഹചര്യമെല്ലാം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതാണ് ഞങ്ങൾ വിശദീകരിച്ചത്. ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ വിവാദമായിട്ട് ഈ കേസ് വിജിലൻസ് അന്വേഷിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് GSTയുടെ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച മാത്യു കുഴൽനാടനുമായി ഞങ്ങൾ അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടത്. മാത്യു കുഴൽനാടൻ, എങ്ങനെയാണ് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് അഫയേഴ്സ് കാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിനെ തള്ളിക്കളയുന്നത്? കോൺഗ്രസിനെതിരെ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു ഞങ്ങൾ ചോദിച്ച അദ്ദേഹത്തിന് മറുപടി കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച അഭിപ്രായം ഇതിനോടകം പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ളവർ പറഞ്ഞു കഴിഞ്ഞു. ഈ അന്വേഷണത്തെ ഞങ്ങൾ അമിതാവേശത്തോടു കൂടി കാണുന്നില്ല. കാരണം ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ CPM BJPയും തമ്മിൽ പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസുകളിൽ വലിയ ഒരു അന്തർധാര നിലനിൽക്കുകയും അവർ ധാരണയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇന്ന് വരെ നോക്കിയാൽ കേന്ദ്ര ശ്രീ
അരുൺകുമാർ, ഇതിലൊരു ഒത്തുകളിയാണ് പ്രതിപക്ഷം ഭയക്കുന്നത്. അതുകൊണ്ടാണ് വലിയ ആവേശപൂർവ്വം അതിൽ പിടിക്കാത്തത്. ഇല്ല, ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനെതിരെ ഏതെങ്കിലും തെളിവിന്റെ ഒരു കണിക കിട്ടുമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അത് നന്നായി എടുത്ത് ഉപയോഗിക്കും, നന്നായി അത് കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു പൊതുബോധം. കാരണം നമുക്കറിയാമല്ലോ സാഹചര്യങ്ങൾ. ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെതിരെ 4 തവണയാണ് ED സമൻസ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ തോമസ് ഐസക്കിനെ വീണ്ടും വേട്ടയാടുന്നു. രാജ്യത്ത് മൊത്തമുള്ള സാഹചര്യമുണ്ട്. തെളിവിന്റെ ഒരു കണികയെങ്കിലും കിട്ടണമല്ലോ. അത് കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോകുമ്പോൾ UDF പറയും അത് ഒത്തുകളിയാണെന്ന്. ഇതെല്ലാം കൃത്യമായി കുറച്ച് നാളുകളായി നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരാണ്, നമുക്ക് ബോധ്യമുണ്ട്. അന്വേഷണങ്ങൾ പലത് വന്നു പോകും. സത്യസന്ധമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രം വഴിയിൽ പേടിച്ചാൽ മതി. ഞങ്ങൾ ഇതിലൊന്നും ഭയപ്പെടുന്നില്ല. കൃത്യമായി ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഓരോന്നായി നടപ്പാക്കി പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകും. താങ്ക് യു അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, താങ്ക് യു PR ശിവശങ്കർ, താങ്ക് യു അഡ്വക്കേറ്റ് അസഫ് അലി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം നമുക്കൊപ്പം പ്രതികരിച്ച ഷോൺ ജോർജും മാത്യു കുൾനാടനും നന്ദി. ഇനി Debate with Arun Kumar.